വാർത്തകൾ വിശദമായി. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ച PJ ജോസഫ്. കേരള കോൺഗ്രസിന് 3 സീറ്റ് കിട്ടിയപ്പോൾ 3ലും ജയിച്ചിട്ടുണ്ട്. 12-ന് തിരുവനന്തപുരത്ത് നടക്കുന്ന ഉഭയകക്ഷി ചർച്ചയിൽ ശുഭപ്രതീക്ഷയുണ്ടെന്നും ചാലക്കുടിയിലും ഇടുക്കിയിലും വിജയപ്രതീക്ഷയുണ്ടെന്നും PJ ജോസഫ് തൊടുപുഴയിൽ പറഞ്ഞു. ഓരോ സീറ്റ് ഉണ്ടായിട്ടുണ്ട്. യോജിച്ച കേരള കോൺഗ്രസിന് കഴിഞ്ഞ തവണ 2 കിട്ടേണ്ടതായിരുന്നു. ഇത്തവണ തീർച്ചയായിട്ടും 2 സീറ്റ് നടക്കുന്നുണ്ട്. അത് കിട്ടണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു. അതിൻ്റെ ചർച്ച തുടങ്ങുന്നേ ഉള്ളൂ. പിന്നെ കൂടുതലായിട്ട് പറയുന്നത് ശരിയല്ല. 3ാം സീറ്റ് വിഷയത്തിൽ പിന്നോട്ടു പോവേണ്ടെന്ന ലീഗ് നിലപാട് UDF-നെ കുഴയ്ക്കുന്നു. PJ ജോസഫ് അർഹതയില്ലാത്തതാണ് ആവശ്യപ്പെടുന്നതെന്നും ഇത് പരിഗണിക്കേണ്ടതില്ലെന്നുമാണ് ലീഗ് നേതൃത്വത്തിലെ ധാരണ. UDF യോഗത്തിന് മുൻപ് ഉഭയകക്ഷി ചർച്ചയിൽ ലീഗിനെ അനുനയിപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമം. UDF യോഗത്തിലും ഉഭയകക്ഷി ചർച്ചകളിലും മുസ്ലിം ലീഗ് സ്വീകരിക്കേണ്ട നിലപാട് ചർച്ച ചെയ്യാനാണ് കഴിഞ്ഞ ദിവസം ലീഗ് ഉന്നതാധികാര സമിതി ചേർന്നത്. ഈ നിർണായക യോഗത്തിന് തൊട്ടുമുമ്പ് KPCC അധ്യക്ഷൻ പാണക്കാട്ടെത്തിയത് കൗതുകത്തോടെയാണ് ലീഗ് നേതാക്കൾ കണ്ടത്. മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന പ്രസ്താവനകളോ പ്രവൃത്തികളോ വേണ്ടെന്ന് പാണക്കാട് ഹൈദരലി തങ്ങളുടെ അഭ്യർത്ഥനയെ PK കുഞ്ഞാലിക്കുട്ടിയും പിന്തുണച്ചിരുന്നു. എന്നാൽ യോഗത്തിലെ ഭൂരിപക്ഷാഭിപ്രായം പരിഗണിച്ചാണ് 3ാം സീറ്റുമായി മുന്നോട്ടു പോകാൻ തങ്ങൾ അനുമതി നൽകിയത്. സീറ്റ് ആവശ്യപ്പെടാൻ PK കുഞ്ഞാലിക്കുട്ടിയെയും ET മുഹമ്മദ് ബഷീറിനെയും ഹൈദരലി തങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സ്വന്തം MLAയെ രാജിവെപ്പിച്ച് AK ആന്റണിയെ തിരൂരങ്ങാടിയിൽ മത്സരിപ്പിച്ച കാലം തൊട്ടുള്ള വാഗ്ദാനമാണ് 3ാം സീറ്റെന്നും PJ ജോസഫിന് അധിക സീറ്റിന് അർഹതയില്ലെന്നും ലീഗ് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം PJ ജോസഫിനെ മുന്നണിയിൽ പിടിച്ചു നിർത്താനുള്ള ശ്രമങ്ങളിൽ മുസ്ലിം ലീഗും സഹകരിക്കും. UDF ചേരുന്നതിന് മുമ്പ് ലീഗിനെ അനുനയിപ്പിക്കാനുള്ള കോൺഗ്രസിന്റെ തന്ത്രം ഇതോടെ ലക്ഷ്യത്തിലെത്തിയില്ല. ഇക്കാര്യത്തിൽ തീരുമാനമായതിനു ശേഷമായിരിക്കും ജനമഹായാത്രയോട് സഹകരിക്കണോ എന്ന കാര്യത്തിൽ മുസ്ലിം ലീഗ് നിലപാടെടുക്കുക. മുസ്ലിം ലീഗിന്റെ മനസ്സ് വിഷമിപ്പിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ധൈര്യം കോൺഗ്രസിനില്ലെന്നാണ് ലീഗ് നേതൃത്വം കണക്കുകൂട്ടുന്നത്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. കുപ്രസിദ്ധ കുറ്റവാളി രവി പൂജാരിയെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് കേരള പോലീസ് ഇന്റർപോളിന് കത്ത് നൽകി. ബ്യൂട്ടി പാർലർ വെടിവയ്പ് കേസിൽ തെളിവെടുപ്പിന് വിട്ടുകിട്ടണമെന്നാണ് ആവശ്യം. എന്നാൽ പൂജാരിയെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. ആഫ്രിക്കയിലെ സെനഗലിൽ അറസ്റ്റിലായ കുപ്രസിദ്ധ കുറ്റവാളി രവി പൂജാരിയെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് കൊച്ചി സിറ്റി പോലീസ് ഇന്റർപോളിനെ സമീപിച്ചു. ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിൽ പ്രതിയാണെന്നും തെളിവെടുപ്പിന് ആവശ്യമാണെന്നും കാണിച്ചാണ് കത്തയച്ചത്. എന്നാൽ പൂജാരിയെ ഇന്ത്യയിലേക്ക് എത്തിക്കുമെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തതയുണ്ടായിട്ടില്ല. നടി ലീന മരിയ പോൾ കൊച്ചിയിൽ നടത്തുന്ന ബ്യൂട്ടി പാർലറിന് നേരെ ആക്രമണം ഉണ്ടായത് ഇക്കഴിഞ്ഞ ഡിസംബർ 15-നാണ്. ബൈക്കിലെത്തിയ 2-അംഗ സംഘം വെടിതീർത്തു മടങ്ങുമ്പോൾ അധോലോക കുറ്റവാളി രവി പൂജാരിയുടെ പേരെഴുതിയ കടലാസ് സ്ഥലത്ത് ഉപേക്ഷിച്ചത് പോയാണ് ആദ്യ സൂചന. 25 കോടി ആവശ്യപ്പെട്ട് തൊട്ടുമുൻപുള്ള ദിവസങ്ങളിൽ പൂജാരി ഫോണിൽ ബന്ധപ്പെട്ടതായാണ് ലീന മരിയയുടെ മൊഴി. വിദേശത്ത് കഴിയുന്ന പൂജാരിയെ കിട്ടാൻ ഒരു വഴിയുമില്ലാതിരിക്കെ വെടിവയ്പ്പിന് ഏർപ്പാട് ചെയ്ത പ്രാദേശിക ക്രിമിനൽ സംഘങ്ങളെ കണ്ടെത്താനായിരുന്നു ആദ്യ അന്വേഷണം. ഇതിനിടെ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് മറ്റൊരു കേസിൽ ആഫ്രിക്കയിൽ രവി പൂജാരി അറസ്റ്റിലാവുന്നത്. ഇന്ത്യയിലേക്ക് എത്തിക്കാൻ ചാരസംഘടനയായ റോയും ഇന്റലിജൻസ് ബ്യൂറോയും ശ്രമം തുടരുമ്പോഴാണ് കൊച്ചി പോലീസും രവി പൂജാരിക്കായി വലവിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്. ബീഹാറിലെ വൈശാലിയിൽ ട്രെയിൻ അപകടത്തിൽ 6 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. ബീഹാറിലെ വൈശാലി ജില്ലയ്ക്ക് സമീപം ഇന്ന് പുലർച്ചെ 3:50-നാണ് അപകടമുണ്ടായത്. ബീഹാറിലെ ജോഗ്ബാനിയിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെട്ട സീമാഞ്ചൽ എക്സ്പ്രസ് ആണ് അപകടത്തിൽപ്പെട്ടത്. സീമാഞ്ചൽ എക്സ്പ്രസിന്റെ 9 കോച്ചുകളാണ് പാളം തെറ്റിയത്. അപകട സമയം ട്രെയിൻ പൂർണ്ണ വേഗതയിലായിരുന്നുവെന്ന് അധികൃതർ പറഞ്ഞു. കേന്ദ്ര ബജറ്റിലൂടെ BJPയും രാഷ്ട്രീയ നയം പ്രഖ്യാപിച്ചതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കളമൊരുങ്ങി. മധ്യവർഗം, കർഷകർ, തൊഴിലാളികൾ എന്നീ വിഭാഗങ്ങളെ ലക്ഷ്യമിട്ടാകും പ്രചരണമെന്ന് പ്രതിപക്ഷവും ഭരണപക്ഷവും വ്യക്തമാക്കി കഴിഞ്ഞു. ബജറ്റ് സമ്മേളനം സമാപിക്കുന്നതോടെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് രാഷ്ട്രീയ പോരാട്ടം നീങ്ങുന്ന നാളുകളാണ് വരാൻ പോകുന്നത്. കർഷകർക്ക് പ്രതിമാസം 500 രൂപ അക്കൗണ്ടിൽ, അസംഘടിത മേഖലയ്ക്ക് പെൻഷൻ, 3 കോടി ഇടത്തരക്കാർക്ക് ആദായ നികുതി ഇളവ്, 10% സാമ്പത്തിക സംവരണം, വർഗീയത കത്തിക്കാൻ രാമക്ഷേത്ര നിർമ്മാണവും മറ്റ് പ്രഖ്യാപിത അജണ്ടകളും. BJP തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ ഏറെക്കുറെ ഇക്കാര്യങ്ങളെ ചുറ്റിപ്പറ്റിയാകുമെന്ന് വ്യക്തമായിരിക്കുന്നു. മറുവശത്ത് പാവപ്പെട്ടവർക്ക് അടിസ്ഥാന വരുമാനം ഉറപ്പാക്കുമെന്ന പ്രഖ്യാപനവും റഫാൽ അഴിമതി ആരോപണവുമായി കോൺഗ്രസ്. ഇടക്കാല ബജറ്റിൽ മോദി സർക്കാർ നടത്തിയ പ്രഖ്യാപനങ്ങൾ കണ്ണിൽ പൊടിയിടലെന്ന് ഒരേ സ്വരത്തിൽ നിലപാടുമായി മറ്റു പ്രതിപക്ഷ പാർട്ടികളും പ്രചരണത്തിന് തയ്യാർ. മോദി സർക്കാരിന്റെ ഇടക്കാല ബജറ്റ് അവതരണം പൂർത്തിയായതോടെ പാർട്ടികൾ ഉയർത്തുന്ന തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ ഏറെക്കുറെ വ്യക്തമായി.
രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് 45 വർഷത്തെ ഉയർന്ന തോതിലാണെന്ന പൂഴ്ത്തിവെച്ച കണക്കുകൾ യുവാക്കളെയും ഇടത്തരക്കാരെയും സർക്കാരിനെതിരെ തിരിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ ആയുധമാക്കും. എന്നാൽ പാർലമെന്റിലെ പ്രഖ്യാപനങ്ങൾ മേൽക്കൈ നേടാൻ സഹായിക്കുമെന്നാണ് ബിജെപിയുടെ പ്രതീക്ഷ. ഈ വിഷയങ്ങളിലെ രാഷ്ട്രീയ ഏറ്റുമുട്ടൽ നാളെ തുടങ്ങുന്ന ബജറ്റ് ചർച്ചയോടെ കനക്കും. പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞാൽ ഉടൻ പൊതുജനമധ്യത്തിലേക്ക്. പ്രചരണ വാഗ്ദാന വിഷയങ്ങൾ തെളിഞ്ഞതോടെ ഇനി സ്ഥാനാർത്ഥി സഖ്യ ചർച്ചകളിലെ സസ്പെൻസുകളും തെരഞ്ഞെടുപ്പ് ഗോതയെ ചൂടുപിടിപ്പിക്കും. ശരത് കെ ശശി, ന്യൂസ് ബ്യൂറോ, ദില്ലി. കോഴിക്കോട് ലോക്സഭാ മണ്ഡലം ഇത്തവണ തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് LDF കളത്തിലിറങ്ങുന്നത്. മണ്ഡലത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ 90,000-ത്തിലധികം വരുന്ന ലീഡ് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് LDF. കഴിഞ്ഞ 2 തവണയായി മണ്ഡലത്തെ പ്രതിനിധീകരിച്ച MK രാഘവന്റെ വികസന പ്രവർത്തനങ്ങൾ പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങിയെന്നതാണ് UDFന് തലവേദനയാകുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം മണ്ഡലത്തെ പ്രതിനിധീകരിച്ച MK രാഘവന് എണ്ണിപ്പറയാൻ ഒരു കേന്ദ്ര പദ്ധതി പോലും ഇല്ല. ഫ്ലെക്സ് ബോർഡുകളിലും മറ്റുമായി വികസനം ഒതുങ്ങി എന്ന അഭിപ്രായമാണ് പൊതുജനങ്ങൾക്കിടയിലുള്ളത്. അതേസമയം സർക്കാരിന്റെ ജനപ്രിയ നേട്ടങ്ങൾ എടുത്തുകാട്ടിയാണ് മണ്ഡലത്തെ തിരിച്ചുപിടിക്കാൻ LDF ഇറങ്ങുന്നത്. 2004-ലാണ് മണ്ഡലത്തിൽ അവസാനമായി LDF വിജയിക്കുന്നത്. 65,326 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജനതാദൾ സ്ഥാനാർത്ഥിയായിരുന്ന MP വീരേന്ദ്രകുമാർ മണ്ഡലത്തിൽ വിജയിച്ചത്. പിന്നീടുള്ള 2 തിരഞ്ഞെടുപ്പിലും മണ്ഡലം UDFനൊപ്പം നിന്നു. അവസാനമായി നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയമായിരുന്നു LDF നേടിയത്. മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 6ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ വൻ വിജയം നേടി. കോഴിക്കോട് സൌത്ത് മാത്രമാണ് UDFന് സ്വന്തമാക്കാൻ കഴിഞ്ഞത്. ഇത്തവണ മണ്ഡലം തിരിച്ചുപിടിക്കാൻ LDFന് അനുകൂല സാഹചര്യമാണ് ഉള്ളതെന്നാണ് രാഷ്ട്രീയ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. സിറ്റിംഗ് MP എന്നതുകൊണ്ട് 2 തവണ മത്സരിച്ച ആളുകൾ വളരെ വാക്ക് ഓവർ ആയിട്ട് ഇത് MK രാഘവൻ എടുക്കാൻ പറ്റും. നല്ല ഒരു സ്ഥാനാർത്ഥിയെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, ജനങ്ങളിത് വളരെയധികം ശ്രദ്ധിക്കുന്ന, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് LDFലെങ്കിൽ ഇവിടെ ജയിച്ച ചരിത്രമുണ്ട്. ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ലോക് താന്ത്രിക് ജനതാദളിന്റെയും INLന്റെയും മുന്നണി പ്രവേശം മണ്ഡലത്തിൽ LDF നേട്ടം കൊയ്യുമെന്നാണ് വിലയിരുത്തുന്നത്. പാർട്ടിയിലെ വിഭാഗീയതയാണ് BJPക്ക് വെല്ലുവിളിയാകുന്നത്. മുതിർന്ന നേതാക്കൾ തമ്മിലുള്ള വടംവലി താഴെത്തട്ടിലേക്കും പടർന്നത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ദോഷകരമായി ബാധിക്കും. ഇത്തവണ MK രാഘവനെ തന്നെ UDF കളത്തിലിറക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. മണ്ഡലത്തിൽ ഹാട്രിക് വിജയം ലക്ഷ്യമിട്ട് UDF ഇറങ്ങുമ്പോൾ വികസന മുരടിപ്പും LDF സർക്കാരിന്റെ ഭരണനേട്ടവും എടുത്തുകാട്ടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി കോഴിക്കോട് കച്ചമുറുക്കുമ്പോൾ വിജയത്തിൽ കുറഞ്ഞത് ഒന്നും തന്നെ LDFന് പറയാനില്ല. MK രാഘവനെ തന്നെ സ്ഥാനാർത്ഥിയാക്കി UDF ഇറങ്ങുമ്പോൾ ശക്തമായ മത്സരത്തിനാണ് കോഴിക്കോട് വേദിയാകുന്നത്. ക്യാമറാമാൻ ജിബേഷിനൊപ്പം മേഘമാധവൻ, കോഴിക്കോട്. പ്രളയാനന്തര കേരളത്തിന്റെ പുനർനിർമ്മാണവും വികസന പദ്ധതികളും നടപ്പാകില്ലെന്ന് പ്രചരിപ്പിച്ചവർക്ക് വലിയ നിരാശയുണ്ടാക്കുന്ന പുരോഗതിയാണ് സംസ്ഥാനത്ത് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട 25 പദ്ധതികൾ നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വികസന പ്രവർത്തനത്തിന് എങ്ങനെയൊക്കെ എതിര് നിന്നാലും ജനോപകാരപ്രദമായ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നാണ് ഇവരോട് പറയാനുള്ളത്. പ്രളയാനന്തര പുനർനിർമ്മാണത്തിനെതിരെ വിമർശനസ്വരമുയർത്തുന്നവർക്ക് ശക്തമായ മറുപടിയാണ് മുഖ്യമന്ത്രി ഈ വാക്കുകളിലൂടെ നൽകിയത്. കൊല്ലം ജില്ലയിലെ കിഴക്കൻ മലയോര മേഖലയിലെ ജനങ്ങളുടെ വികസനം ലക്ഷ്യമിട്ട് പുനലൂർ കേന്ദ്രീകരിച്ചു തുടങ്ങിയ റവന്യൂ ഡിവിഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രളയാനന്തര പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി 25 പദ്ധതികളും നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട് പാക്കേജ്, കുട്ടനാട് പാക്കേജ്, പുഴകളുടെ പുനരുജ്ജീവനം, തീരദേശ സംരക്ഷണം തുടങ്ങിയവയൊക്കെ പാക്കേജിന്റെ ഭാഗമാകും. സമ്പൂർണ്ണ സാമൂഹിക സുരക്ഷയും സുസ്ഥിര വികസനവും പശ്ചാത്തല സൗകര്യ വികസനവും കൂടി പദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മന്ത്രിമാരായ ഇ ചന്ദ്രശേഖരൻ, ജെ മേഴ്സിക്കുട്ടിയമ്മ, കെ രാജു, MP-മാരായ NK പ്രേമചന്ദ്രൻ, കൊടിക്കുന്നിൽ സുരേഷ് തുടങ്ങിയവർ റവന്യൂ ഡിവിഷൻ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനു നേരെ ബോംബെറിഞ്ഞ RSS ജില്ലാ പ്രചാരക് പ്രവീൺ പോലീസ് പിടിയിലായിരിക്കുന്നു. തമ്പാനൂരിൽ വെച്ചാണ് അറസ്റ്റിലായത്. വിവരങ്ങളുമായി റിനു ശ്രീധർ ചേരുകയാണ്.
റിനു, ഇയാൾ സംഭവം നടന്നതിന് ശേഷം ഒളിവിലായിരുന്നു. ഇപ്പോൾ എപ്പോഴാണ് ഇയാളെ അറസ്റ്റ് ചെയ്ത വിവരങ്ങൾ എന്താണ്? രേഷ്മ, പ്രവീണിനെ മണിക്കൂറുകൾക്ക് മുമ്പാണ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഹർത്താലിന്റെ മറവിൽ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് വലിയ ഒരു അക്രമം അഴിച്ചുവിട്ട പ്രവീൺ അതിനുശേഷം ഒളിവിലായിരുന്നു. പ്രതിയെ പിടികൂടുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ തന്നെയാണ് നടത്തിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ പ്രവീണിനെ പോലീസ് പിടികൂടുന്നത്. തുടർന്ന് അദ്ദേഹത്തെ ഈ സംഭവം നടന്ന നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. നമുക്കറിയാം, വലിയ രീതിയിലുള്ള ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് ആ ദിവസം പ്രവീണിന്റെ നേതൃത്വത്തിലുള്ള BJP RSS സംഘവും നെടുമങ്ങാട് അക്രമം അഴിച്ചുവിട്ടത്. 4 ബോംബുകളാണ്, നാടൻ ബോംബുകളാണ് പോലീസ് സ്റ്റേഷന്റെ മുന്നിലേക്ക് ഇവർ എറിഞ്ഞത് എന്നുള്ളതാണ്. അത്തരത്തിൽ ബോംബ് എറിഞ്ഞ് വലിയ രീതിയിലുള്ള ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ചെയ്തത്. നെടുമങ്ങാട് SIക്ക് വരെ അന്ന് ഈ ഹർത്താലിൽ പരിക്കേറ്റിരുന്നു. ആനാടിന് സമീപം വെച്ച് വാഹനം തടയുകയും SIയുടെ കൈ അടിച്ച് ഒടിക്കുകയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള കേരളത്തെ തന്നെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. പോലീസ് സ്റ്റേഷന്റെ മുന്നിലേക്കാണ് ഇത്തരത്തിൽ നാടൻ ബോംബുകൾ വലിച്ചെറിഞ്ഞത്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളത് അന്ന് പുറത്തു വന്നിരുന്നു എന്നുള്ളതാണ്. CCTV ദൃശ്യത്തിൽ കൃത്യമായി തന്നെ പ്രവീൺ ഇത്തരത്തിലൊരു നാടൻ ബോംബ് വലിച്ചെറിയുന്ന 4 ബോംബുകൾ വലിച്ചെറിയുന്ന ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ CCTVയിൽ പുറത്തു വന്നതായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് കൃത്യമായി തന്നെ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടി പോലീസ് ഇടപെട്ടിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ മാവേലിക്കരയിലെ വീട്ടിലേക്ക് പോയതിനാൽ അവിടെ നിന്നും ഒരു സംഘപരിവാർ നേതാവിന്റെ പിൻബലത്തോടുകൂടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് പോലീസിന്റെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തുടർന്നാണ് കൃത്യമായി ഇദ്ദേഹത്തെ ഫോളോ ചെയ്യുകയും പോലീസ് ഇന്ന് തമ്പാനൂരിൽ വെച്ച് പിടികൂടുകയും ചെയ്തത്. രേഷ്മ, റിനു, നമുക്കറിയാം സംഭവത്തിന്റെ ഭീകരതയുടെ വ്യാപ്തി എത്രത്തോളമാണെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടതാണ്. ഈ പ്രവീണിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ചോദ്യം ചെയ്യാൻ ആരംഭിച്ചോ? ഇപ്പോൾ എവിടെയാണ് പ്രവീൺ? അല്പ മുമ്പാണ് തിരുവനന്തപുരത്തെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തമ്പാനൂർ പോലീസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പ്രവീണിനെ പിടികൂടിയത് എന്നുള്ളതാണ്. തുടർന്ന് ഈ സംഭവം നടന്ന പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഇനിയായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും തുടർന്ന് അന്വേഷണവുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ നടപടികൾ പൂർത്തിയാക്കുന്നതും എന്നുള്ളതുമാണ്. എന്തായാലും അറസ്റ്റ് ചെയ്തു, പിടികൂടി എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇനി നെടുമങ്ങാടിലേക്ക് എത്തിച്ച് കൃത്യമായ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും എന്നുള്ളത് തന്നെയാണ്. അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് വരും സമയങ്ങളിൽ മാത്രമായിരിക്കും. എന്തായാലും അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളിൽ തന്നെ അന്ന് ചില സംശയങ്ങൾ പോലീസിന് ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ കൃത്യമായി തന്നെ ക്രമീകരിച്ചുകൊണ്ട് CCTV ദൃശ്യങ്ങളുടെയും എല്ലാം അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത് പ്രവീണാണ് എന്നുള്ള ഒരു കൃത്യമായ നിഗമനത്തിൽ പോലീസ് എത്തിയത്. അത്രയ്ക്കും കൃത്യമായിട്ടുള്ള തെളിവാണ് CCTV ദൃശ്യത്തിലൂടെ പോലീസിന് ലഭ്യമായത് എന്നുള്ളതാണ്. നമുക്കറിയാം, അവിടെ നിന്ന് അന്നേ ദിവസം രക്ഷപ്പെട്ട പ്രവീണ് സ്വവസതിയിലെത്തുകയും അവിടെ നിന്നും ഇത്തരത്തിൽ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലും കൃത്യമായി ഇത് പ്രവീണാണ് എന്നുള്ളത് പുറത്തായി എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. ഇത് പോലീസിനെ വല്ലാതെ കുഴയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, വലിയ അക്രമങ്ങളാണ്, ആവശ്യമില്ലാത്ത ഹർത്താലുകളാണ് സംസ്ഥാനത്ത് BJP സംഘപരിവാർ സംഘടനകൾ നടത്തിയത്. അത്തരത്തിൽ ഹർത്താൽ നടത്തുകയും അതിന്റെ മറവിൽ വലിയ രീതിയിലുള്ള ഒരു അക്രമം സൃഷ്ടിക്കുക എന്നുള്ള ഒരു പദ്ധതിയുമായിരുന്നു അവരുടെ മുന്നിലുണ്ടായിരുന്നത്. ഈ അജണ്ടകളെല്ലാം തന്നെ പുറത്തു വന്ന ഒരു കാര്യമാണ്. മാധ്യമങ്ങൾ എല്ലാം തന്നെ അത്തരത്തിൽ വാർത്തകൾ കൊണ്ടുവന്ന ഒരു സാഹചര്യവും നിലവിലുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടി പരിശോധിക്കുമ്പോൾ കൃത്യമായി ഇവരുടെ ഒരു അജണ്ട പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ അതിനെല്ലാം തന്നെ ഒരു വഴിത്തിരിവ് എന്നുള്ളത് വേണം നമുക്ക് പറയാൻ. കാരണം പ്രവീൺ അറസ്റ്റിലാവുന്നതോടുകൂടി കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട ചുരുൾ അഴിയും എന്നുള്ളതാണ്. കാരണം ആരാണ് ഈ ഇത്തരത്തിൽ ബോംബ് നിർമ്മാണം നടത്തിയത്, ബോംബ് ഇവർക്ക് നൽകിയത് ആരാണ് എന്നുള്ളത് കൂടി കൃത്യമായി തന്നെ പുറത്തു വരും. അന്ന് തന്നെ സംഘപരിവാറിന്റെയും BJPയുടെയും ഒക്കെ നെടുമങ്ങാട് ഓഫീസുകളൊക്കെ തന്നെ പോലീസ് കൃത്യമായി റെയ്ഡ് ചെയ്യുകയും അവിടെ നിന്ന് മാരകായുധങ്ങളും ബോംബ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാസവസ്തുക്കൾ ഉൾപ്പെടെയുള്ളവ പിടികൂടിയിരുന്നു എന്നുള്ളതാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഹർത്താലിന്റെ മറവിൽ വലിയൊരു അജണ്ട നടപ്പിലാക്കുക, അക്രമം അഴിച്ചുവിടുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇവർ പ്ലാൻ ചെയ്തിരുന്നു എന്നുള്ളത് കൃത്യമായി തന്നെ എല്ലാവർക്കും മനസ്സിലാകും. അതുകൊണ്ട് ആ ഒരു
സാഹചര്യം തന്നെയാണ് ഈ ആയുധങ്ങൾ കണ്ടെടുത്തതിലൂടെയും അതുപോലെ തന്നെ ബോംബ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രാസവസ്തുക്കൾ കണ്ടെടുത്തതിലൂടെയും പുറത്തു വരുന്നത്. രേഷ്മ, റിനു സൂചിപ്പിച്ചതുപോലെ പ്രവീൺ അറസ്റ്റിലായതോടെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഗൂഢാലോചനകൾ, RSSന്റെ കൂടുതൽ അജണ്ടകൾ ഒക്കെയാണ് പുറത്തേക്ക് വരുന്നത്. ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആൾക്കാരുടെ നേരിട്ടുള്ള RSS നേതൃത്വത്തിന്റെ കൂടുതൽ നേരിട്ടുള്ള പങ്കാളിത്തം കൂടി പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ടോ? ഒപ്പം കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായേക്കുമോ? തീർച്ചയായും മാവേലിക്കരക്കാരനായിട്ടുള്ള ഒരു ആള് നെടുമങ്ങാട് വന്ന് ജില്ലാ പ്രചാരകനായി നിൽക്കുകയും തുടർന്ന് അവിടെ ഒരു ഹർത്താലിന്റെ മറവിൽ വലിയ രീതിയിലുള്ള അക്രമം സൃഷ്ടിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വലിയ രീതിയിൽ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുക എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം മറ്റൊരു സ്ഥലത്ത് നിന്ന് ഒരാളെ ഇവിടെ എത്തിക്കുക. അന്ന് തന്നെ വിഷ്ണു എന്നറിയപ്പെടുന്ന ഇദ്ദേഹത്തെ സഹായിച്ച വ്യക്തികളെ 7 പേരെയാണ് പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരുന്നത്. 20ഓളം പേരെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഹർത്താലിന്റെ മൊത്തത്തിലുള്ള നെടുമങ്ങാട്ടെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നത് പോലീസ്. നമുക്കറിയാം അന്ന് ഒരു SIയുടെ നിയമപാലകന്റെ തന്നെ കൈ അടിച്ചൊടിക്കുന്ന CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ പുറത്തുവിട്ടതാണ്. അതായത് ബൈക്ക് റാലി, ഹർത്താലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബൈക്ക് റാലി പോകുന്നതിന്റെ പുറകെ വന്ന പോലീസ് വാഹനം തടഞ്ഞു നിർത്തുകയും പോലീസുകാരെ പുറത്തു പോലും ഇറങ്ങാൻ അനുവദിക്കാതെ ആ പോലീസ് ജീപ്പ് അടിച്ച് തകർക്കുകയും അതിലാണ് അന്ന് അവിടുത്തെ SIയുടെ കൈക്ക് മാരകമായി പരിക്കേൽക്കുകയും ഒടിവ് സംഭവിക്കുകയും ചെയ്തത് എന്നുള്ളതാണ്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അക്രമം അഴിച്ചുവിടുകയാണ് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രവീണിന്റെ നേതൃത്വത്തിലുള്ള സംഘം നെടുമങ്ങാട്ട് എന്നുള്ളതാണ്. തിരുവനന്തപുരം ജില്ലയിൽ പ്രധാനമായും മലയും കീഴും നെടുമങ്ങാട്ടുമാണ് വലിയ രീതിയിലുള്ള ഒരു അക്രമം നടത്തിയത്. അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്പന്തലുമായി ബന്ധപ്പെട്ട് ആ പ്രദേശത്തും വലിയ രീതിയിലുള്ള ഒരു അക്രമം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എങ്കിൽ പോലും നെടുമങ്ങാടാണ് ഏറ്റവും കൂടുതൽ വലിയൊരു അക്രമം RSS സംഘപരിവാർ നേതൃത്വം നടത്തിയത് എന്നുള്ളതാണ്. കാരണം അവിടെയാണ് ഏറ്റവും വലിയ രീതിയിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയതും അതുപോലെ തന്നെ പോലീസിന് പരിക്ക് പറ്റുകയും ചെയ്തത് നെടുമങ്ങാടാണ്. നെടുമങ്ങാട് ഈ പ്രവീണിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം തന്നെയായിരുന്നു അക്രമം നടത്തിയത്. മറ്റൊരു സ്ഥലത്തും ഇത്തരത്തിൽ ബോംബെറിയുന്ന സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ നെടുമങ്ങാട് വലിയ രീതിയിലേക്ക് ബോംബുകൾ നമുക്ക് CCTV ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. അതായത് ഒന്നിനു പുറകെ ഒന്നൊന്നായി 3-4 ബോംബുകൾ പോലീസ് സ്റ്റേഷന് അടുത്തേക്ക്, അതുപോലെ തന്നെ 2 ബോംബുകൾ CPMന്റെ പ്രവർത്തകർക്ക് ഓഫീസിനെതിരെയും എറിയുന്ന കൃത്യമായിട്ടുള്ള CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. അതെല്ലാം തന്നെ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചൊരു കാര്യവുമാണ്. ഇത്തരത്തിലൊരു അജണ്ട നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് മറ്റൊരു സ്ഥലത്ത് നിന്ന് കേന്ദ്രീകരിച്ചുകൊണ്ട് നെടുമങ്ങാടെത്തി അവിടെ താമസിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു അക്രമം അഴിച്ചുവിട്ടത് എന്നുള്ളതാണ്. ഇത് കൃത്യമായി പോലീസിന്റെ ഒരു ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് ദിവസം മുന്നോട്ട് പോയെങ്കിൽ പോലും പ്രതിയെ പിടികൂടാനായി എന്നുള്ളത് വലിയ ഒരു ഇടപെടൽ തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത്. കാര്യം ഈ പ്രതിക്ക് പുറകെ ഇവർ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് റെയിൽവേ സ്റ്റേഷനിലെത്തിയ പ്രവീണിനെ കൊടുക്കുവാൻ വേണ്ടി സാഹചര്യം ഒരുക്കിയത് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ നെടുമങ്ങാടേക്ക് കൊണ്ടുപോയിരിക്കുന്നു പ്രതിയെ. ഉടൻ തന്നെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യൽ ആരംഭിക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും നെടുമങ്ങാട്ടേക്ക് ഉടൻ തന്നെ ഇവിടേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. നിയമ സംവിധാനങ്ങളെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഇത്തരം ഗൗരവകരമായ കാര്യങ്ങളെ ഒരിക്കലും അംഗീകരിക്കാനാവില്ല. കരുതിക്കൂട്ടി സമൂഹത്തിൽ അക്രമം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. ഒരുപക്ഷെ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം ഇത്രയും ദിവസം ഇദ്ദേഹം ഒളിവിലായിരുന്നു. ഒരുപക്ഷെ ഇതിനുവേണ്ടി ആരെങ്കിലും സംരക്ഷണം കൊടുത്തോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ വിധ കാര്യങ്ങളെല്ലാം ഇയാളുടെ അറസ്റ്റോടുകൂടി പുറത്തേക്ക് വരില്ലേ? തീർച്ചയായും രേഷ്മ, സംരക്ഷണം കൊടുത്തില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം നമുക്ക് ഇത്തരത്തിൽ കേസ് ശബരിമല സ്ത്രീപ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് അതിനെ തുടർന്നുണ്ടായ ഹർത്താലും അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തവരെയും അതുപോലെ തന്നെ കേസെടുത്തവരെയും സഹായിക്കുന്നതിന് വേണ്ടി പോലീസ് കൃത്യമായി തന്നെ അറസ്റ്റ് ചെയ്തവരെ സഹായിക്കുന്നതിന് വേണ്ടി ഈ സംഘപരിവാർ നേതൃത്വവും BJP സംഘടനകളും ഒക്കെ തന്നെ പണപ്പിരിവ് നടത്തുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി എന്നുള്ളതാണ്. അത്തരം പണം പിരിച്ചുകൊണ്ട് അവരെ സഹായിക്കുന്ന സാഹചര്യം, ഒപ്പം പ്രതികളെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം. കാരണം ഈ പ്രവീൺ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക്, ആലപ്പുഴയിലെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തി അവിടെ നിന്ന് കൃത്യമായി തന്നെ രക്ഷപ്പെടാൻ സംഘപരിവാറിന്റെ പ്രാദേശിക നേതാവാണ് അവരെ സഹായിച്ചത് എന്നുള്ള വാർത്തയൊക്കെ തന്നെ പുറത്തു വന്നൊരു സാഹചര്യമാണ്. അവരെ അവിടെ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം പ്രവീൺ എന്നുള്ളൊരു കൃത്യമായ വിവരം പോലീസിനുണ്ടായിരുന്നില്ല. എന്നാൽ മൊബൈൽ ഫോണും ഒക്കെ തന്നെ കേന്ദ്രീകരിച്ച് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെ പിടികൂടുമെന്നുള്ള ഒരു ഉറപ്പ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന്
രാവിലെ അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ പ്രവീണിനെ പിടികൂടാൻ വേണ്ടി പോലീസിന് സാധിച്ചത് എന്നുള്ളതാണ്. തുടർന്നാണ് നെടുമങ്ങാടേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയിരിക്കുന്നത്. കൃത്യമായി അറസ്റ്റ് രേഖപ്പെടുത്തിക്കൊണ്ട് അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. കൃത്യമായി പ്രവീണിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ വിവരങ്ങൾ കൂടുതൽ ലഭ്യമാകുമെന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, ഒരു മുൻകൂട്ടി അജണ്ട നടപ്പിലാക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു അക്രമം അഴിച്ചുവിട്ടുകൊണ്ടാണ് പ്രവീണിന്റെ നേതൃത്വത്തിലുള്ള ജില്ലാ പ്രചാരകനായിട്ടുള്ള പ്രവീണിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അവിടെ ഒരു അക്രമം അഴിച്ചുവിട്ടത്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ അന്ന് തന്നെ ഒപ്പമുണ്ടായിരുന്ന വിഷ്ണു ഉൾപ്പെടെയുള്ള RSS പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇദ്ദേഹത്തിന്റെ ഒരു സഹോദരനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. തുടർന്നാണ് ഇന്നിപ്പോൾ പ്രവീണിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇനി കൂടുതൽ പേർ ഉണ്ടെങ്കിൽ തന്നെ ചോദ്യം ചെയ്യലിലൂടെ കൃത്യമായി പുറത്തു വരും. അന്ന് തന്നെ നെടുമങ്ങാട് ഇത്തരത്തിലൊരു അക്രമം അഴിച്ചുവിട്ട സംഘാംഗങ്ങളെല്ലാം തന്നെ ഒളിവിൽ പോയിരിക്കുന്ന ഒരു സാഹചര്യം. അവസാനം ഇത്തരത്തിൽ കേസുമായി ബന്ധപ്പെട്ട അകത്താവുകയും ഒളിവിൽ പോവുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് RSSകാർക്ക് സമരം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ അവസാനിപ്പിക്കുന്നത്. നെടുമങ്ങാട് പോലീസ് സ്റ്റേഷന് നേരെ ബോംബെറിഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട് RSS ജില്ലാ പ്രചാരക് പ്രവീണിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. വിവരങ്ങളാണ് റെനു ശ്രീധർ നൽകിയത്. സാംസ്കാരിക കേരളത്തെ പിന്നോട്ട് നയിക്കാൻ അനുവദിക്കില്ലെന്ന പ്രഖ്യാപനവുമായി പുരോഗമന കലാസാഹിത്യ സംഘം സംഘടിപ്പിക്കുന്ന വടക്കൻ മേഖല നവകേരള സാംസ്കാരിക യാത്രയ്ക്ക് കാസർഗോഡ് ഇരിയണ്ണയിൽ പ്രൗഢോജ്വല തുടക്കം. അശോകൻ ചെരുവിൽ നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥ ഈ മാസം 9-ന് തെക്കൻ മേഖലാ ജാഥയ്ക്കൊപ്പം തൃശൂരിൽ സമാപിക്കും. കേരളം നവോത്ഥാന മൂല്യ സംരക്ഷണത്തിനായി നടത്തുന്ന പോരാട്ടം തോറ്റുകൊടുത്താൽ രാജ്യം 1000 കൊല്ലം പുറകോട്ടേക്ക് നയിക്കപ്പെടുമെന്ന് ജാഥ ഉദ്ഘാടനം ചെയ്ത പ്രശസ്ത തമിഴ് പുരോഗമന സാഹിത്യകാരൻ സു വെങ്കിടേശൻ പറഞ്ഞു. വർഗീയ ശക്തികൾ സമൂഹത്തിൽ നിറയ്ക്കുന്ന വെറുപ്പിന്റെയും അസഹിഷ്ണുതയുടെയും അന്ധകാരത്തിനെതിരെ പുരോഗമന നവോത്ഥാനാശയങ്ങളുടെ ദീപങ്ങൾ പ്രകാശിപ്പിച്ചുകൊണ്ടാണ് നവകേരള സാംസ്കാരിക യാത്ര വടക്കൻ മേഖലയിൽ പ്രയാണം ആരംഭിച്ചത്. കാസർഗോഡ് ഇരിയണ്ണിയിൽ വൻ ജനാവലിയെ സാക്ഷി നിർത്തി യാത്രയുടെ ഉദ്ഘാടനം പ്രശസ്ത പുരോഗമന തമിഴ് സാഹിത്യകാരൻ സു വെങ്കിടേശൻ നിർവഹിച്ചു. നവോത്ഥാന മൂല്യങ്ങളുടെ സംരക്ഷണത്തിനും ശബരിമലയിൽ യുവതീ പ്രവേശനത്തിനും വേണ്ടി കേരളം ഉയർത്തിക്കൊണ്ടുവന്ന മുന്നേറ്റങ്ങൾ തോറ്റുകൊടുത്താൽ രാജ്യം 1000 വർഷം പിന്നോട്ടു പോകുമെന്ന് സു വെങ്കിടേശൻ പറഞ്ഞു. இந்த போராட்டத்தில் மனிதகுலம் ஒருபோதும் தோற்றதில்லை. நீங்கள் வரலாற்று முக்கியத்துவம் வாய்ந்த ஒரு நாளிலே ஒரு காலத்தில் வாழ்கிறீர்கள். இந்த போராட்டத்தில் கேரளம் தோற்றால் 1000 ஆண்டுக்கு பின்னுக்கு போன ஒரு அரசியல் வெற்றி பெற்றதாக அர்த்தம். இந்த போராட்டத்தில் கேரளம் தோற்க கூடாது. ஏனென்றால் என்றைக்கும் மாவீரர்கள் தோற்றதாக வரலாறு இருக்கக்கூடாது. നവോത്ഥാന കാലം ആശയസാന്ദ്രമായിരുന്നുവെന്നും അതിന്റെ ശോഷണമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ആശയങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ നേടിയെടുത്ത നേട്ടങ്ങളുടെ സംരക്ഷണത്തിനുള്ള പോരാട്ടങ്ങൾ പോലും നിലച്ചുപോകുമെന്ന് ചിന്തകനും എഴുത്തുകാരനുമായ KN കുഞ്ഞഹമ്മദ് പറഞ്ഞു. ആശയസാന്ദ്രമായി തീർന്ന നവോത്ഥാന കാലത്ത് നിന്ന് ആശയരഹിതമാകുന്ന ആശയമുക്തമാകുന്ന ഒരു കാലത്തിലേക്ക് നാം പതുക്കെ കടക്കുകയാണ്. ഇത് ഏറ്റവും വലിയൊരു അപകടമായി നാം തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം ഒരു സമൂഹത്തിലെ മാറ്റം എന്ന് പറയുന്നത് ആ മാറ്റത്തെ സാധ്യമാക്കുന്ന ആശയങ്ങളുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ഒരു സമരം തോറ്റാൽ, 2 സമരം തോറ്റാൽ, സമരങ്ങളാകെ തോറ്റാലും സമരങ്ങളെ സാധ്യമാക്കുന്ന ആശയങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തോറ്റ സമരങ്ങളിൽ നിന്ന് പുതിയ സമരങ്ങൾ ഉയർത്തെഴുന്നേൽക്കും. സംഘാടക സമിതി ചെയർമാൻ സിജി മാത്യു ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. ജാഥ ക്യാപ്റ്റൻ അശോകൻ ചെരുവിൽ നവോത്ഥാന ദീപം തെളിയിച്ചു. കൺവീനർ TR അജയൻ, മാനേജർ രവീന്ദ്രൻ കുടക്കാട്, ജാനമ്മ കുഞ്ഞുണ്ണി, പുരുഷൻ കടലുണ്ടി MLA, PVK പനയാൽ, അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ തുടങ്ങിയവർ പങ്കെടുത്തു. ജാഥ ഇന്ന് കാസർഗോഡ് ജില്ലയിൽ പര്യടനം നടത്തും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ശിശു സംരക്ഷണ കേന്ദ്രമായി കോട്ടയത്തെ ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോം തെരഞ്ഞെടുക്കപ്പെട്ടു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി KK ശൈലജ പുരസ്കാരം സമ്മാനിച്ചു. സംസ്ഥാന ശിശു വികസന വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ശിശു സംരക്ഷണ കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് കോട്ടയം ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോം മികച്ച ഹോമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇത് 2ാം തവണയാണ് കോട്ടയം ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോം ഈ നേട്ടം കൈവരിക്കുന്നത്. കുട്ടികൾക്ക് നൽകുന്ന വിവിധ സേവനങ്ങൾ, അടിസ്ഥാന ഭൗതിക സാഹചര്യങ്ങൾ, കഴിഞ്ഞ വർഷം നടത്തിയ പ്രധാന പദ്ധതികൾ എന്നിവ വിലയിരുത്തിയാണ് മികച്ച ചിൽഡ്രൻസ് ഹോമിനുള്ള അവാർഡ് കോട്ടയം ഹോം നേടിയത്. വർണ്ണച്ചിറകുകൾ 2019 ചിൽഡ്രൻ ഫെസ്റ്റിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ വെച്ച് മന്ത്രി KK ശൈലജ ടീച്ചർ അവാർഡ് വിതരണം ചെയ്തു. സ്ഥാപന സൂപ്രണ്ട് മോഹനനും കുട്ടികളും മറ്റും ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. വനിതാ ശിശുവികസന വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ബിജു പ്രഭാകർ,
ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് പി സുരേഷ്, ഡയറക്ടർ ഷീബ ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്. കണ്ണൂർ കുന്നോത്തുപറമ്പിലെ അരയാക്കണ്ടി പാലത്തുള്ള പറമ്പത്ത് ബിയാത്തു ഹജുമ നിര്യാതയായി. 78 വയസ്സായിരുന്നു. ഖബറടക്കം ഇന്ന് രാവിലെ 11:30 നടക്കും. NGO യൂണിയൻ സംഘടിപ്പിക്കുന്ന സംസ്ഥാന കലാജാഥ ഉത്തിഷ്ഠത ജാഗ്രതയുടെ സംസ്ഥാന പരിശീലന ക്യാമ്പ് സമാപിച്ചു. അധ്വാന ശേഷി കൊണ്ട് ഉപജീവനം നടത്തുന്നവരുടെ ജീവിക്കാനുള്ള അവകാശങ്ങൾ, നാടിന്റെ സമ്പത്തും പരമാധികാരവും സംരക്ഷിക്കാനുള്ള പോരാട്ടങ്ങളിൽ അണിചേരാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ക്ഷണിക്കപ്പെട്ട സദസ്സിന് മുന്നിൽ കലാജാഥയിലെ അംഗങ്ങൾ നടത്തിയ അവതരണങ്ങളുടെ ഉദ്ഘാടനം KP രാമനുണ്ണി നിർവഹിച്ചു. കോഴിക്കോട് NGO യൂണിയൻ ഹാളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പാറശ്ശേരി, NGO യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് E പ്രേംകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കലാജാഥ മാർച്ച് ആദ്യവാരം ജില്ലയിൽ പരിപാടികൾ അവതരിപ്പിക്കും.